ഈശംശരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനം: ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം എനിക്ക് ലഭിച്ചു. ജ്ഞാനം 7:7. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്ത് നിയോഗത്തിലാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഇവിടെ ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം വാക്യം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളല്ല. ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് വിവേകത്തിനും ജ്ഞാനചൈതന്യത്തിനും വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും നമ്മുടെ നല്ല ഭാവിയെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നവരാണ്. അത് ഈ ഭൂമിയിലെ ജീവിതത്തിലാണെങ്കിലും നിത്യജീവിതത്തിലെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. നല്ല ഭാവി അത് ഭൂമിയിലാണെങ്കിൽ സമ്പന്നത ആഗ്രഹിക്കുന്നു, വിജയം ആഗ്രഹിക്കുന്നു. ഇനി നിത്യജീവിതത്തിൽ സംഭവിച്ചാണെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും ഭൂമിയെ കുറിച്ചാണെങ്കിലും സ്വർഗത്തെ കുറിച്ചാണെങ്കിലും ഇത് രണ്ട് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ആരോഗ്യവും നല്ല ജോലിയും നല്ല ബന്ധവും ഒക്കെയാണ് ആവശ്യം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഇതെല്ലാം സാധ്യമാക്കി തരുന്ന അതിന്റെ മൂലക്കല്ല് എന്നൊക്കെ പറയുന്ന വിവേകവും ജ്ഞാനചൈതന്യവുമാണ്. ദൈവത്തെ സമീപിക്കുമ്പോൾ ഇനി നമ്മുടെ പ്രാർത്ഥനകളിൽ, കർത്താവേ, എനിക്ക് വിവേകവും ജ്ഞാനചൈതന്യവും ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.